ഹലോ, ദിസ് ഈസ് പൈത്തൺ മലയാളം. പൈത്തൺ മലയാളത്തിലെ മറ്റൊരു അധ്യായത്തിലെ കൂടി മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. നമ്മൾ നോട്ട്പാഡ് ആപ്ലിക്കേഷൻ ക്രിയേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ എപ്പിസോഡിൽ. സോ നമ്മൾ ഇതുവരെ എത്തിച്ചേർന്ന ഇടം ഫയൽ ന്യൂ എന്ന് പറയുന്ന മെനു ആണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ഫയൽ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാലും അത് ക്ലോസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്പൺ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഒന്നും ചോദിക്കുന്നില്ല, നേരെ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പും ചോദിക്കണം, നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ടൈപ്പ് ചെയ്ത ഡാറ്റ നിങ്ങൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത്. സോ അതെങ്ങനെ ചോദിക്കും? ഇറ്റ് ഈസ് സിമ്പിൾ. യെസ്, നമ്മുടെ ഓപ്പൺ ഫയലിൽ നമ്മൾ ഇവിടെ പോകുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മൾ സേവ് ചെയ്ത ഡാറ്റയും ഇപ്പോൾ ഫയലിലുള്ള ഡാറ്റയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഈക്വൽ അല്ലെങ്കിലാണ് നമുക്ക് വ്യത്യാസം അറിയേണ്ടത്. അപ്പോൾ ഈ self dot saved data is not equal to self dot text edit to plain text. അത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. നമുക്ക് നേരത്തെ ഉള്ള ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. Ctrl+C, ഒരു ചോയ്സ് ബോക്സ് അപ്പോൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എന്താണ് ചോദിക്കുന്നത്? യു ഹാവ് ചേഞ്ചസ്, നിങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടായി. ഡു യു വാണ്ട് ടു ക്ലോസ് ദിസ് സെക്ഷൻ? നമുക്ക് പകരം ഡു യു വാണ്ട് ടു ഓപ്പൺ അനദർ ഫയൽ എന്ന് കൊടുക്കാം. നിങ്ങൾ മറ്റൊരു ഫയൽ തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ചോയ്സ് യെസ്, തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മൾ ഈ കോഡ് റൺ ചെയ്യണം. അപ്പോൾ ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ നമ്മൾ ഈ കോഡ് കൊടുത്തു. തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണെങ്കിലോ ജസ്റ്റ് അത് പാസ് ചെയ്ത് പോവേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഇഫ് എൽസ് കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ഇഫിൻ്റെ എൽസ് കണ്ടീഷൻ, അഥവാ നമ്മൾ സേവ് ചെയ്ത ഡാറ്റയും ഇപ്പം നിലവിലുള്ള ഡാറ്റയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ചോദിക്കാനൊന്നുമില്ല, നേരെ ഫയൽ തുറന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇത് തന്നെ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് മുകളിലത്തെ ഇഫിൻ്റെ എൽസ് കണ്ടീഷനിൽ അത് പേസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഇൻഡൻറ്റേഷനൊക്കെ കറക്റ്റ് ചെയ്യണം, കാരണം കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കോഡ് എറർ കാണിക്കും. ഇനി ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ഞാൻ ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ മെസ്സേജ് ബോക്സ് വരണം. ഞാൻ കൊടുക്കുമ്പോൾ വീണ്ടും അത് വരുന്നുണ്ട്. കാരണം എന്താണ്? നമ്മുടെ കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? യഥാർത്ഥത്തിൽ മിസ്റ്റേക്ക് അല്ല, കാരണം ഞാനിവിടെ റൺ ചെയ്യുന്നത് പഴയ ഫയലാണ്, ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പുതിയ ഫയലിലാണ്. അപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ പറയും, ഞാൻ എത്ര എഡിറ്റ് ചെയ്തിട്ടും റൺ ചെയ്തിട്ട് ചേഞ്ചസ് കാണുന്നില്ല. എനിക്ക് മിക്കവാറും നിങ്ങൾ പഴയ ഫയലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ഇവിടുന്ന് റൺ ചെയ്യുന്ന ഈ കാര്യം കുറച്ചും കൂടി സേഫ്, അതൊരു ശീലമാക്കിയാൽ മതി. സോ ഇപ്പോൾ ഞാൻ എന്തോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും ഡു യു വാണ്ട് ടു ഓപ്പൺ അനദർ ഫയൽ, യു ഹാവ് ചേഞ്ചസ് ഹിയർ. അപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടതാണെങ്കിൽ നോ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയൽ തുറക്കാം. സോ ഓപ്പൺ പ്രോബ്ലം നമ്മളങ്ങനെ ക്ലോസ് ചെയ്തു. ഇനി ഇത് നിങ്ങൾക്ക് കാണാം, ഇവിടെയും ഇത്രയും കോഡ് നെയിം മുതൽ ഈ ഓപ്പൺ ഫയൽ ഡയലോഗും ഇവിടെയും ഒരേ കോഡാണ്, സെയിം കോഡാണ് നമ്മൾ വീണ്ടും ആവർത്തിച്ച് എഴുതിയിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ആവർത്തിക്കേണ്ടതില്ല, നമുക്കതിനെ പുതിയൊരു ഫങ്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം. ഓപ്പൺ ഫയൽ ഡയലോഗ് എന്ന പേര് കൊടുത്ത് നമ്മൾ പുതിയൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കോഡുകളെല്ലാം നമ്മൾ ആ ഫങ്ഷന് താഴെ ചേർക്കുന്നു. അതിൻ്റെ ഇൻഡൻറ്റേഷൻ കറക്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ കോഡിന് നൽകിയതിന് പകരമായിട്ട് നമ്മൾ ഓപ്പൺ ഫയൽ ഡയലോഗ് എന്ന് പറയുന്ന ഫങ്ഷൻ ആഡ് ചെയ്യും. ഇവിടെയും അതുപോലെ തന്നെ സെൽഫ് ഡോട്ട് ഓപ്പൺ ഫയൽ ഡയലോഗ് എന്ന് ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാലും അതേ ചോദ്യം വരുന്നത്. അപ്പോൾ ഫങ്ഷനുകൾ ഒരേ ഫങ്ഷനുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരേ കോഡാണെങ്കിൽ നമ്മളതിനെ ഒരു സെപ്പറേറ്റ് ഫങ്ഷനായിട്ട് എഴുതിയിട്ട് ആ ഫങ്ഷൻ്റെ പേര് ഇങ്ങനെ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്. സോ അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾക്കറിയാം, നമ്മൾ നോട്ട് പാഡ് തുറന്നു കഴിഞ്ഞാൽ നോട്ട് പാഡിൻ്റെ മുകളിൽ ഇവിടെ ഇപ്പോൾ മൈ നോട്ട് പാഡ് എന്നാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ഒരു ഫയലല്ല, അപ്പോൾ ഇവിടെ അൺടൈറ്റിൽഡ് നോട്ട് പാഡ് എന്നാണ് സാധാരണ വരിക. അതെങ്ങനെ വരുത്താമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ഡീഫോൾട്ടായിട്ട് വരുമ്പോൾ തന്നെ ഇവിടെ അൺടൈറ്റിൽഡ് മൈ നോട്ട് പാഡ്, നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് ഒഴിവാക്കാം. ഇനി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അൺടൈറ്റിൽഡ് മൈ നോട്ട് പാഡ്. പക്ഷെ നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പൺ ചെയ്ത ഫയലിൻ്റെ പേരാണ് മുകളിൽ വരേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്പണിൻ്റെ ഇതിൽ പോകാം. ഓക്കെ,
സെൽഫ് ഓപ്പൺ ഫയൽ ഡയലോഗ് ഇവിടെയാണ്. ഓപ്പൺ ഫയൽ ഡയലോഗിൽ എന്ത് ചെയ്യണം? സെൽഫ് ഡോട്ട് സെറ്റ് വിൻഡോ ടൈറ്റിൽ. ഇവിടെ ടൈറ്റിലായിട്ട് വരേണ്ടത് നെയിമാണ്. ഏതാണ് ഈ നെയിം? നമ്മൾ നേരത്തെ തുറന്ന ഫയലിൻ്റെ പേരാണത്. ഓക്കെ, ഓപ്പൺ ഫയൽ ഡയലോഗ് ഗെറ്റ് ഓപ്പൺ ഫയൽ നെയിം. ആ ഫയൽ നെയിമാണ് ഈ ഫയൽ നെയിം. ആ നെയിമാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തത്. അതിനോട് കൂടെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വരേണ്ടതുണ്ട്, മൈ നോട്ട്പാഡ്. അപ്പോൾ ഇനി നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ പേര് ഇവിടെ വന്നു. ഇനി അതുപോലെ നമ്മളൊരു ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ വരണം. നമ്മൾ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, നെയിം കൊടുത്തു, വീണ്ടും നമ്മൾ റൺ ചെയ്യുന്നു. നമ്മൾ സംതിങ് ടെസ്റ്റ് ഫയൽ എന്ന് പേര് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നു, ടെസ്റ്റ്. സേവ് ചെയ്യുന്നതും ടെസ്റ്റിൻ്റെ ഫയൽ പേര് അവിടെ വന്നു. സോ ദാറ്റ്സ് ഹൗ യു ക്രിയേറ്റ് എന്താ നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, നമ്മുടെ മെസ്സേജ് ബോക്സ് മെനൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെയാണ്. അവയ്ക്കിടയിലുള്ള പ്രോബ്ലംസ്, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നമ്മളിങ്ങനെ ആലോചിച്ച് കണ്ടെത്തണം. ലോജിക് തിങ്കിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോഫ്റ്റ്വെയർ മേക്കിങ്ങിൽ. നമ്മളത് ഓരോ സിറ്റുവേഷനും ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ എറർ കണ്ടെത്തുകയും അതിങ്ങനെ ഫില്ല് ചെയ്യുകയാണ് സോഫ്റ്റ്വെയർ ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഈ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് ഫ്രം ദിസ് വീഡിയോ. അടുത്ത 2-3 വീഡിയോകളിലൂടെ നമ്മൾ നോട്ട്പാഡ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. പൈത്തൺ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.